തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഓടി ഇവിടെ വന്നതാണ്. എല്ലാ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോകും. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ വളരെ ആവേശത്തോടുകൂടി എൻ്റെ വൈഫുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ പട്ടിക്കുട്ടിയുണ്ട്, എല്ലാവരുമായിട്ട് ഞാൻ വന്നേക്കണത്. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഒരു ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരാളെ വെച്ച് ക്ഷണിച്ച പോലെയാണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കാണുന്നത്. ഇത്രയും കസേര നിരത്തിയിട്ട് ഇത്രയും ജനങ്ങളെ അല്ലെങ്കിൽ നമ്മൾ കൂടപ്പുറപ്പുകളെ സഹോദരങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഒത്തിരി നാളത്തെ പ്രയത്നവും ഒത്തിരി നാളത്തെ കഷ്ടപ്പാടും കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അവർക്ക് കൊടുക്കേണ്ട ഒരു വണ്ടി ഓടിക്കാൻ പെട്രോൾ വേണം. അതുപോലെ ഇതുപോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് നമ്മൾ കൊടുക്കണ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സഹകരണമാണ്. നമ്മൾ അവരോട് സഹകരിച്ച് നിൽക്കുക. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പരിപാടി വിജയിപ്പിക്കണമെങ്കിൽ നമ്മളുടെ സഹകരണം ഉണ്ടാകുക, നമ്മളെല്ലാവരും അതിൽ വന്ന് പങ്കുചേരുക, ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷെ എന്നാലും നമ്മുടെ ആൾക്കാർക്ക് പൊതുവേ ഒരു കാഴ്ചപ്പാടും പൊതുവെ ഒരു ചിന്താഗതിയുണ്ട്. ഏറ്റവും മുൻ സീറ്റിൽ കസേര കിട്ടിയാലും നമ്മൾ ഇരിക്കില്ല, ഏറ്റവും ബാക്കിൽ പോയി ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൂരെ മാറി നിൽക്കും കസേര ഉണ്ടെങ്കിൽ പോലും. നമ്മൾ ഒരു ദിവസം നമ്മളിരിക്കേണ്ട കസേരയിൽ ഇരുന്നാൽ നാളെ ആ കസേരയിൽ ഇരിക്കാൻ മടിക്കും മറ്റുള്ളവർ. കാരണം അത് അവൻ്റെ കസേരയാണെന്നറിയാം, അവൻ ആ സീറ്റിലുണ്ടാവും എന്നറിയാം, ഇല്ലെങ്കിൽ പോലും വെയിറ്റ് ചെയ്യും വരാനായിട്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തിൽ നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും കൊച്ചിയിൽ നിന്ന് കുറേ ആൾക്കാർ എൻ്റെ കൂടപ്പുറപ്പുകളെ കൂട്ടി ഇവിടെ കൊണ്ടുവരും. ഇത് നിങ്ങളോട് മറ്റൊരു രീതി ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, വിഷമം കൊണ്ട് സംസാരിച്ചതാണ്. നമ്മൾ ഏതൊരു പരിപാടിക്ക് പോയി ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഓരോ വീടുകളിലേക്ക് ഒരു ഗ്യാസ് കുറ്റി വെച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹോളിൻ്റെ മുന്നിൽ നമ്മൾ പോലീസിനെ നിർത്തേണ്ടി വരും, ആ ക്യൂ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ പട്ടികജാതക്കാർക്ക് കിട്ടേണ്ട ഒത്തിരി ആനുകൂല്യങ്ങൾ, ഒത്തിരി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് മിക്സായി പോണതിൻ്റെ ഒരു കാര്യമുള്ളൂ. ഇപ്പം പട്ടികജാതി പട്ടികവർഗത്തിനല്ല, പറ്റിയ ജാതി പറ്റിയ വർഗത്തിനാണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്കിത് വേണ്ട. ഇവിടെ ഇരിക്കണില്ല എത്ര കുട്ടികൾ, എത്ര പേരുടെ മക്കൾ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒന്ന് കൈവക്കുമോ? ഇത്രയും പേരിരുന്നിട്ട് ആകെ 4-5 ആൾക്കാരുടെ വീട്ടിലെ കുട്ടികൾ മാത്രം സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ വിഷമം തോന്നി ഞാൻ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോഴാണ്. കാരണം 8ാം ക്ലാസ് തൊട്ട് കഞ്ഞിയില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം തോന്നിയത്. ഞങ്ങൾ 10 മക്കളാണ് എൻ്റെ വീട്ടിൽ. ഓരോ വർഷം ഓരോ കുട്ടീനെ ചേർക്കാൻ ചെല്ലുമ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കും, എന്താ തങ്കപ്പ ഇത് കഴിഞ്ഞില്ലെന്ന് ചോദിക്കും. ഞങ്ങൾ ഈ 10 മക്കളും സ്കൂളിലെ കഞ്ഞിയും ഉപ്പുമാവും ഇല്ലാതെ ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോയത്. അങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴും മുടങ്ങാതെ റേഷനറി മേടിച്ച് എൻ്റെ വീട്ടിൽ ചോറിനാളാണ്. എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, എന്ത് വാങ്ങിച്ചില്ലെങ്കിലും മുടങ്ങാതെ റേഷനരി മേടിച്ചോളൂ. ഈ മാസവും മേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചത് റേഷനരിയാണ്. പക്ഷെ നമ്മളിൽ പല ആൾക്കാർക്കും അത് മേടിക്കാനൊരു പുച്ഛമുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വേണ്ടാന്ന് വെച്ച് 2 പ്രാവശ്യം വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ മനസ്സിലാക്കൂ. ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. റേഷനരി എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഇതാണ്. നിങ്ങൾക്കറിയാമോ, ഓരോ